Hi students, our next topic is common base transistor circuit. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ട്രാൻസിസ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ്, ഇലക്ട്രോണിക്സിൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ്, ട്രാൻസിസ്റ്ററിൻ്റെ സിംബൽസ്, NPN ട്രാൻസിസ്റ്ററുകളുടെ സിംബൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാം. ഇലക്ട്രോണിക്സിൽ പല ഫങ്ഷൻസും നിർവഹിക്കുന്ന ഒട്ടനവധി സർക്യൂട്ടുകൾ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. നമ്മൾ ഡയോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടല്ലോ, റെക്ടിഫയേഴ്സ് കണ്ടു, വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് കണ്ടു. എന്നതുപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും പല ഫങ്ഷൻസ് നിർവഹിക്കുന്ന ഒട്ടനവധി സർക്യൂട്ടുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം. ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകൾ 3 വിധത്തിലുണ്ട്. 3 types of transistor circuits are there. Those are common base transistor circuit, common emitter transistor circuit and common collector transistor circuit. എമിറ്റർ, ബേസ്, കളക്ടർ 3 ടെർമിനൽസ് ആണ് ട്രാൻസിസ്റ്ററിൻ്റെ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ആ ടെർമിനൽസിൻ്റെ പേരിലാണ് ഈ ഓരോ ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകളും അറിയപ്പെടുന്നത്. ഫസ്റ്റ് വൺ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്, സെക്കൻഡ് വൺ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ആൻഡ് തേർഡ് വൺ കോമൺ കളക്ടർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. അതിൽ ഓരോ ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകളെ നമ്മൾ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നോക്കുക. നമ്മളൊരു ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. നമുക്കറിയാലോ ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻ ആംപ്ലിഫിക്കേഷനാണ്. നമ്മളൊരു വീക്ക് സിഗ്നൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, അല്ലേ? അപ്പോൾ നോക്കുക, നമ്മളൊരു ട്രാൻസിസ്റ്റർ സർക്യൂട്ട് NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ഒരു സർക്യൂട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, അല്ലേ? ഒരു AC ഇൻപുട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എമിറ്ററിൻ്റെയും ബേസിൻ്റെയും ഇടയിലായിട്ട് നമ്മളൊരു AC ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഈ പവർ സപ്ലൈയുടെ ആവശ്യമൊക്കെ നമുക്കറിയാം. VEE എന്ന് പറയുന്ന പവർ സപ്ലൈ ഈ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് VEE എന്ന് പറയുന്ന ഈ പവർ സപ്ലൈ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ VCC എന്ന് പറയുന്ന പവർ സപ്ലൈ ആവട്ടെ ബേസ് കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളിവിടെ ഒരു AC നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബേസ് എമിറ്റർ ക്രോസ് ആയിട്ട് ഒരു AC നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ ഈ കളക്ടറിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള RC എന്ന് പറയുന്ന റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനേക്കാളും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നലിൽ ഉണ്ടാവും. കാരണം ആംപ്ലിഫിക്കേഷനൊക്കെ പെർഫോം ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടുന്നത്. എന്തായാലും അപ്പോൾ ഇവിടെ ഈ ബേസ് എമിറ്ററിനെ ക്രോസ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഇൻപുട്ടായിട്ടും ബേസ് കളക്ടറിന്, അല്ലേ, അവിടെ ആ റീജിയനിലുള്ള ആ ഒരു ഭാഗം നമുക്ക് ഔട്ട്പുട്ടായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ നോക്കി നോക്കി, ഈ ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനും കോമൺ ആണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്. ഓക്കെ, ഈ സർക്യൂട്ടിൽ നോക്കുക, ഈ ബേസ് എന്ന് പറയുന്ന ടെർമിനൽ ഇൻപുട്ടിലും ഉണ്ട് ഔട്ട്പുട്ടിലും ഉണ്ട്, രണ്ടിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ PNP ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെയും ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ബേസ് കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻസിൽ ബേസ് ടെർമിനൽ കോമൺ ആയിട്ട് വരികയാണെങ്കിൽ അത്തരം ട്രാൻസിസ്റ്റർ സർക്യൂട്ടിനെയാണ് നമ്മൾ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എന്ന് വിളിക്കുക. Okay, transistor circuit in which base is common for input and output known as common base transistor circuit. Common base transistor circuit ന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ മാത്രമല്ല, കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിലും കോമൺ കളക്ടർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിലെല്ലാം കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ the ratio of change in output current to the input current at constant output voltage, അതാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അതായത് ഇപ്പോൾ ഈ സർക്യൂട്ട് നമ്മൾ നോക്കുക, ഈ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC ആണ്.
അല്ലേ? ഔട്ട്പുട്ട് സെക്ഷനിലുള്ള കറണ്ട് ഐ സി ആണ് ഇവിടെ. അപ്പോൾ അതിൻ്റെയും ഇൻപുട്ട് സെക്ഷനിലുള്ള കറണ്ട് ഐ ഇ ആണ്, എമിറ്റർ കറണ്ട് ഐ ഇ ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ്. ഓക്കെ, പക്ഷെ ഇത് രണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം നമ്മളിവിടെ സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നു. രണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട്, ഇവിടെ കളക്ടർ കറണ്ട്, ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട്, ഇവിടെ എമിറ്റർ കറണ്ട് ഐ ഇ അറ്റ് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ ഏതാണ്? വി സി ബി ആണ്. വി സി സി നമ്മളിവിടെ ടോട്ടൽ വോൾട്ടേജ് നമ്മൾ വി സി സി കൊടുക്കുന്നുണ്ടെങ്കിലും അതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഈ വോൾട്ടേജും ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വി സി ബി, കളക്ടറിൻ്റെയും ബേസിൻ്റെയും ഇടയിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന വോൾട്ടേജ് നമുക്ക് വി സി ബി, കളക്ടർ ബേസ് വോൾട്ടേജ് വി സി ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് കളക്ടർ ബേസ് വോൾട്ടേജ് വി സി ബി. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് common base transistor circuit is the ratio of change in collector current to the change in emitter current at constant collector base voltage. ഇവിടെ ചേഞ്ച് കാണിക്കാനാണ് ഡെൽറ്റ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെൽറ്റ ഐ സി ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട്, ഡെൽറ്റ ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് അറ്റ് കോൺസ്റ്റന്റ് കളക്ടർ ബേസ് വോൾട്ടേജിനാണ് ഞാൻ വി സി ബി എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, current amplification factor is denoted by alpha in the case of common base transistor circuit. Common base transistor circuit inde current amplification factor alpha എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ is equal to delta IC by delta IE at constant VCB എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നോക്കുക, നമുക്കറിയാം ഇവിടെ IC 95% ഓഫ് ദ IE ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 95% എനിക്ക് 0.95 എന്ന് കൊടുക്കാം. ഇവിടെ ഐ ഇ എന്നുള്ളത് 100% ഐ ഇ ആണ്, 95% ഐ സിയും 5% ഐ ബി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഐ ഇ ഡെൽറ്റ ഐക്ക് 1 എന്ന് കൊടുക്കാം, മാക്സിമം 1. അപ്പോൾ നമുക്ക് ആൽഫ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 0.95 by 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.95 ലെസ് ദാൻ 1 ആണ്. അപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ആൾവേസ് ലെസ് ദാൻ 1 ഓർ യൂണിറ്റി. വളരെയധികം ശ്രദ്ധിക്കണം. ഒരു കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് ആൾവേസ് ലെസ് ദാൻ 1, എപ്പോഴും 1-നേക്കാൾ കുറവായിരിക്കും, യൂണിറ്റിയേക്കാൾ കുറവായിരിക്കും. ഒരിക്കലും 1 എത്തില്ല, 1-നേക്കാൾ കുറവായിരിക്കും. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ആൽഫ ആൾവേസ് ലെസ് ദാൻ 1, ആൽഫ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഇറ്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ 1 ഓർ യൂണിറ്റി. ഇനി നോക്കി നോക്ക്, ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഒരിക്കലും 1 ആവില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻക്രീസ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, 1 ഒരിക്കലും 1 എത്തില്ല, 0.99 വരെയോ അല്ലെങ്കിൽ 0.97 വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താവും ചെയ്യേണ്ടി വരിക? കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുക അല്ലേ? കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്താൽ മതി. കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് കറണ്ട് കുറയ്ക്കണം അല്ലേ? ഈ എമിറ്റർ കറണ്ട് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ബേസ് കറണ്ട് കുറയ്ക്കണം അല്ലേ? അപ്പോൾ ബേസ് കറണ്ട് ഡിക്രീസ് ചെയ്യിപ്പിച്ചിട്ട് കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് കളക്ടർ കറണ്ട് ആൻഡ് ഡിക്രീസിങ് ബേസ് കറണ്ട്, ബട്ട് ഇറ്റ് കനോട്ട് ബി റീച്ചസ് ടു 1. ഇറ്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ 1 ഓർ യൂണിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ കറണ്ട് ഗെയിൻ എന്നും പറയാം. ഔട്ട്പുട്ട് കറണ്ട് ടു ദ ഇൻപുട്ട് കറണ്ട് റേഷ്യോ അല്ലേ? അതിന് നമുക്ക് വേണമെങ്കിൽ കറണ്ട് ഗെയിൻ എന്നും വിളിക്കാം. പക്ഷേ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്നതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, വി ഹാവ് ടു ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറണ്ട് ഇൻ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. അപ്പോൾ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നമ്മൾ നേരത്തെ വരച്ച സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നു. ഇവിടെ നോക്കി നോക്കുക, നമ്മൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ പറഞ്ഞു. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ റേഷ്യോ ഓഫ് കളക്ടർ കറണ്ട് ടു ദ എമിറ്റർ കറണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. IC by IE എന്ന് എഴുതാം. അതിനെ ആൽഫ is equal to IC by IE ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ബൈ IE ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു IE ആവും. അപ്പോൾ IC is equal to ആൽഫ IE. അപ്പോൾ കളക്ടർ കറണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ആണ് എക്സ്പ്രഷൻ എന്ന് തോന്നും. IC is equal to ആൽഫ IE.
പക്ഷേ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോഴാണ് ഐ സി ഇങ്ങനെയാവുക. ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ഐ ഇ എന്നാവുക. ഐ സി കളക്ടർ കറണ്ട് ആണ്, ഐ ഇ എമിറ്റർ കറണ്ട് ആണ്, ആൽഫ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ആണ്. ഇവിടെ നമ്മൾ ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയാസ് ആണ് ചെയ്തിട്ടുള്ളത്. മെജോറിറ്റി കാരിയേഴ്സ് കാരണമാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മുടെ ബേസ് കളക്ടർ ജംഗ്ഷന് നമ്മൾ റിവേഴ്സ് ബയാസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഉണ്ടാവുന്ന ഒരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ ആ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി ഈ കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇവിടെ മെജോറിറ്റി കാരിയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രം നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ഐ ഇ ആവുന്നത്. ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി കൊണ്ടുവരുന്ന സമയത്ത് ഈ എക്സ്പ്രഷനിൽ ചെറിയൊരു മാറ്റം വരും. ഓക്കെ, അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ കറണ്ടിനെ നമുക്ക് ലീക്കേജ് കറണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്തതുകൊണ്ട് ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഫ്ലോ കാരണം ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ കറണ്ടിനെ നമ്മൾ ലീക്കേജ് കറണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ കളക്ടർ കറണ്ടിൽ ഓഫ് കോഴ്സ് ഇവിടെ ഐ ഇ ഇൻപുട്ടിൽ നിന്ന് വരുന്ന ഐ ഇ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൽഫ ഐ ഇ ഉണ്ടാവും. പ്ലസ് ഇവിടെ റിവേഴ്സ് ബയാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഐ ലീക്കേജും ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു സമ്മാണ് നമുക്ക് കളക്ടർ കറണ്ട് ആയിട്ട് കിട്ടുക. അപ്പോൾ കളക്ടർ കറണ്ട് ഈസ് ദ സം ഓഫ് ആൽഫ ഐ ഇ വിച്ച് ഈസ് ദ കറണ്ട് ആംപ്ലിഫൈഡ് ഫ്രം ഇൻപുട്ട് ആൻഡ് ലീക്കേജ് കറണ്ട് വിച്ച് ഈസ് ദ കറണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഡ്യൂ ടു ദ റിവേഴ്സ് ബയാസ് ഇൻ ബേസ് കളക്ടർ ജംഗ്ഷൻ. അപ്പോൾ ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ഐ ഇ പ്ലസ് ഐ ലീക്കേജ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഐ ലീക്കേജ് കണ്ടുപിടിക്കണം, ലീക്കേജ് കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ലീക്കേജ് കറണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ലീക്കേജ് കറണ്ട് ഈസ് ദ കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഡ്യൂ ടു ദ റിവേഴ്സ് ബയാസ് ഓഫ് ദ ബേസ് കളക്ടർ ജംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഐ ലീക്കേജ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഐ ലീക്കേജ് കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മൾ എമിറ്ററിൽ നിന്ന് വരുന്ന കറണ്ടിനെയൊക്കെ ഒഴിവാക്കുക അല്ലേ. ഇവിടെ നമ്മൾ ഈ കളക്ടറിൻ്റെ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കളക്ടറിൽ രണ്ട് കറണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് എമിറ്ററിൽ നിന്ന് വരുന്ന ഐ ഇ ആംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്ന ആൽഫ ഐ ഇ. അപ്പോൾ ആ കറണ്ടിനോട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ അല്ലെ ഈ കളക്ടറിൻ്റെ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എമിറ്ററിനെ ഞാൻ ഓപ്പൺ ചെയ്യാണ്. എമിറ്റർ സെക്ഷനെ ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ എമിറ്ററിൽ നിന്ന് ഒരു കറണ്ടും ഇനി ഇങ്ങോട്ട് വരില്ല. അപ്പോൾ എമിറ്ററിനെ ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ എമിറ്ററിൽ നിന്ന് ഒരു കറണ്ടും ഇവിടെ വരുന്നില്ല. അപ്പോൾ എമിറ്ററിനെ ഞാൻ ഓപ്പൺ ചെയ്തു. പിന്നെ ഇവിടെ ഉള്ളത് എന്ത് കറണ്ട് മാത്രമായിരിക്കും, കളക്ടറിൽ ഉണ്ടാവുന്ന കറണ്ട് ലീക്കേജ് കറണ്ട് മാത്രമായിരിക്കും. അപ്പോൾ എമിറ്ററിനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ പിന്നെ ഇവിടെയുള്ള കറണ്ട് കളക്ടർ ബേസ് ജംഗ്ഷനിലുള്ള അല്ലെ കളക്ടർ ബേസ് സെക്ഷനിലുള്ള കറണ്ട് എന്ന് പറയുന്നത് ലീക്കേജ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ലീക്കേജ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലീക്കേജ് ഈസ് ഈക്വൽ ടു കളക്ടർ ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. എമിറ്ററിനെ ഓപ്പൺ ചെയ്യുക, അപ്പോൾ കളക്ടർ ബേസ് സെക്ഷനിൽ കിട്ടുന്ന കറണ്ട് ഐ ലീക്കേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐ ലീക്കേജ് ഈസ് ഈക്വൽ ടു ഐ സി ബി ഒ എന്ന് എഴുതാം. അവിടെ ഐ സി ബി ഒ എന്താണ്, കളക്ടർ ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഐ സി ബി ഒ കണ്ടുപിടിക്കണം. ഐ സി ബി ഒ കണ്ടുപിടിക്കാൻ ഈ ഒരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, എമിറ്ററിനെ ഓപ്പൺ ചെയ്യാം. എമിറ്ററിനെ ഓപ്പൺ ചെയ്തിരിക്കുന്നു അല്ലേ. പിന്നെ ഈ സെക്ഷനിൽ കിട്ടുന്ന കറണ്ട് ഈ ഒരു കളക്ടറിലൂടെ ഒഴുകുന്ന ഈ കറണ്ട് പിന്നെ എന്തായിരിക്കും, കളക്ടറിൻ്റെയും ബേസിൻ്റെ ഇടയിൽ ഒഴുകുന്ന ഈ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐ ലീക്കേജ് അല്ലെങ്കിൽ ഐ സി ബി ഒ, കളക്ടർ ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. അപ്പോൾ ഐ സി ബി ഒ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ സി is equal to ആൽഫ ഐ ഇ പ്ലസ് ഐ ലീക്കേജിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഐ സി ബി ഒ കൊടുക്കാം. അപ്പോൾ ഐ സി is equal to ആൽഫ ഐ ഇ പ്ലസ് ഐ സി ബി ഒ എന്ന് എഴുതാം. ഇവിടെ ഐ ഇ is equal to ഐ സി പ്ലസ് ഐ ബി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എമിറ്റർ കറണ്ട് ഈസ് ദ സം ഓഫ് കളക്ടർ കറണ്ട് ആൻഡ് ബേസ് കറണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാം. ഐ ഇ is equal to ഐ സി പ്ലസ് ഐ ബി ആണ്. അപ്പോൾ ഈ ഐ സി is equal to ആൽഫ ഐ ഇ പ്ലസ് ഐ സി ബി ഒ എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ ഐ ഇയുടെ സ്ഥാനത്ത് ഐ സി പ്ലസ് ഐ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ സി is equal to ആൽഫ ഐ ഇയുടെ സ്ഥാനത്ത് ഐ സി പ്ലസ് ഐ ബി കൊടുത്തു പ്ലസ് ഐ സി ബി ഒ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സി is equal to ആൽഫ ഇൻറ്റു ഐ സി ആൽഫ ഐ സി പ്ലസ് ആൽഫ ഇൻറ്റു ഐ ബി ആൽഫ ഐ ബി പ്ലസ് ഐ സി ബി ഒ എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ഈ ആൽഫ ഐ സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ മൈനസ് ആൽഫ ഐ സി ആവും. ഐ സി കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, 1 മൈനസ് ആൽഫ അല്ലേ. ഐ സിയിൽ നിന്ന് ഐ സി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ഉണ്ടാവുക. ആൽഫ ഐ സിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആൽഫ ആണ് ബാക്കി ഉണ്ടാവുക അല്ലേ. ഐ സി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആൽഫ ഉണ്ടാവുക. അപ്പോൾ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ആവും. ബാക്കി ഈ രണ്ട് ടേംസ് ആൽഫ ഐ ബി പ്ലസ് ഐ സി ബി അവിടെ ഉണ്ട്. ഓക്കെ, ഐ സിക്കുള്ള എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. ഐ സിനെ മാത്രം ഇവിടെ നിർത്തുക, 1 മൈനസ് ആൽഫേനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക.
അപ്പോൾ ഐ സി സി ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഐ ബി, 1 മൈനസ് ആൽഫ അങ്ങോട്ട് പോകുമ്പോൾ ബൈ ആവും, പ്ലസ് ഐ സി ബി ഒ ബൈ 1 മൈനസ് ആൽഫ. ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറണ്ട് ഇൻ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. കളക്ടർ കറണ്ട് ഐ സി സി ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ബി ഒ ബൈ 1 മൈനസ് ആൽഫ. ഐ സി കളക്ടർ കറണ്ട്, ആൽഫ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ഐ ബി ബേസ് കറണ്ട്, ഐ സി ബി ഒ ലീക്കേജ് കറണ്ട് ഓർ collector base current when emitter is open. Next we have to study characteristics of common base transistor circuit. Common base transistor circuit inde characteristics ആണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താണ് characteristics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിലെ characteristics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ study of variation of current with variation of voltage. അല്ലേ, ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് വാരി ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അതിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കർവ് അല്ലേ. അപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുക, ഗ്രാഫിൽ എക്സ് ആക്സിൽ വോൾട്ടേജും വൈ ആക്സിൽ കറണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഉണ്ടാകുന്ന വാരിയേഷൻ ആ ഒരു ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ കർവിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് വാരിയേഷൻ ഓഫ് കറണ്ട് വിത്ത് വോൾട്ടേജ്. ഗ്രാഫ് വിച്ച് ക്യാൻ show variation of current with voltage in an electronic circuit is known as characteristics curve. അപ്പോൾ ഇവിടെ ഇൻപുട്ട് സെക്ഷനിലും ഔട്ട്പുട്ട് സെക്ഷനിലും ഇതേപോലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. വാരിയേഷൻ ഓഫ് ഇൻപുട്ട് കറണ്ട് വിത്ത് ഇൻപുട്ട് വോൾട്ടേജും വാരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് വിത്ത് ഔട്ട്പുട്ട് വോൾട്ടേജും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഫ് വി സ്റ്റഡി വാരിയേഷൻ ഓഫ് ഇൻപുട്ട് കറണ്ട് വിത്ത് ഇൻപുട്ട് വോൾട്ടേജ്, it is known as input characteristics. If we study variation of output current with output voltage, it is output characteristics. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യാണ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ. അപ്പോൾ ഏറ്റവും ആദ്യം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ പറയണമെങ്കിൽ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിക്കുകയാണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ഒരു സർക്യൂട്ടിൽ നിന്നാണ് നമ്മളത് സ്റ്റഡി ചെയ്യുന്നത്, പ്രാക്ടിക്കലി നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു. ഒന്നുമില്ല, ഇവിടെ നമുക്ക് ഇൻപുട്ട് കറണ്ടും ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും ഒക്കെ മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ അല്ലേ, വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള വോൾട്ട് മീറ്റർ, കറണ്ട് മെഷർ ചെയ്യാനുള്ള അമ്മീറ്റർ, ഇത് രണ്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻസിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഇവിടെ നമ്മൾ ഇൻപുട്ട് കറണ്ട് എമിറ്റർ കറണ്ട് ആണല്ലോ കോമൺ ബേസിൽ. കോമൺ ബേസ് സർക്യൂട്ട് തന്നെയാണ്, നമ്മൾ നേരത്തെ വരച്ച കോമൺ ബേസ് സർക്യൂട്ട് തന്നെയാണ് എൻ പി എൻ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. ബേസ് കോമൺ ആണെന്ന് കാണാം, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും അല്ലേ ബേസ് കോമൺ ആണ് എന്ന് കാണാം. ഇവിടെ നോക്കി നോക്ക്, ഇവിടെ എമിറ്റർ കറണ്ട് ഉണ്ട്, നേരത്തെ പോലെ തന്നെയാണ്. ഈ എമിറ്റർ കറണ്ട് മില്ലി ആംബിയർ റേഞ്ചിലാണ് വരിക. അപ്പോൾ അത് മെഷർ ചെയ്യാൻ മില്ലി അമ്മീറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കി നോക്ക്, അവിടെ ബേസ് എമിറ്റർ വോൾട്ടേജ് ഉണ്ട് അല്ലേ. ബേസ് എമിറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മില്ലി വോൾട്ട് റേഞ്ചിലാണ് വരിക. അപ്പോൾ മില്ലി വോൾട്ട് മീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എമിറ്റർ കറണ്ടും ബേസ് എമിറ്റർ വോൾട്ടേജ് വി ബിയും മെഷർ ചെയ്യാനുള്ളൊരു സെറ്റപ്പായി ഇവിടെ അല്ലേ. ഇനി നേരത്തെ പോലെ തന്നെ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വി ഇ എന്ന് പറയുന്ന ഒരു സപ്ലൈ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ആ ഒരു സപ്ലൈ നമ്മൾ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഈ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിർത്തിയാൽ പോരാ. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാരിയബിൾ പവർ സപ്ലൈ എന്നുള്ള രീതിയിലാണ് വി ഇ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വി ഇയെ നമ്മളൊരു റിയോസ്റ്റാറ്റുമായിട്ട് കണക്ട് ചെയ്തതായിട്ട് കാണാം. ആ റിയോസ്റ്റാറ്റ് ഇങ്ങനെ നീക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെ മാറും. അതായത് ഈ വി ഇ ഇങ്ങനെ മാറി അല്ലേ, വി ബി ഇ ഇങ്ങനെ ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് റിയോസ്റ്റാറ്റ് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി, വി ബി ഇ നമുക്ക് ചേഞ്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഔട്ട്പുട്ടിലും ഉണ്ട്. ഔട്ട്പുട്ടിൽ കളക്ടർ കറണ്ട് ഐ സി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മില്ലി ആംബിയർ റേഞ്ചിലാണ് വരുന്നത്. മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മില്ലി അമ്മീറ്റർ യൂസ് ചെയ്തിരിക്കുന്നു. പിന്നെ കളക്ടർ ബേസ് വോൾട്ടേജ് ആണ് വരിക അവിടെ അല്ലെ, കളക്ടറിൻ്റെ ബേസിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മളൊരു വോൾട്ട് റേഞ്ചിൽ തന്നെയാണ് വരിക. അപ്പോൾ അവിടെ നമ്മളൊരു വോൾട്ട് മീറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും റിവേഴ്സ് ബയാസ് ചെയ്യണമല്ലോ. അപ്പോൾ അത് റിവേഴ്സ് ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി സി സി എന്ന് പറയുന്ന ഒരു സപ്ലൈ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അല്ലേ, ഈ വി സി ബി ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു വാരിയബിൾ പവർ സപ്ലൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് ആ വി സി സി നമുക്കിങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം ഇങ്ങനെ വാരി ചെയ്തിട്ട് അല്ലേ, നമുക്ക് വാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ
സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ VCB നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിങ്ങനെ ഈ റിയോസ്റ്റാറ്റ് നീക്കുന്നതിനനുസരിച്ചിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സർക്യൂട്ട്. ഈ സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് വാരിയേഷൻ ഓഫ് ഇൻപുട്ട് കറണ്ട് വിത്ത് വാരിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഇവിടെ ഇൻപുട്ട് കറണ്ട് ഏതാണ്? എമിറ്റർ കറണ്ട് ആണ്, IE ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ഏതാണ്? VBE, ബേസ് എമിറ്റർ വോൾട്ടേജ് VBE ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താ സ്റ്റഡി ചെയ്യുന്നത്? വാരിയേഷൻ ഓഫ് എമിറ്റർ കറണ്ട് വിത്ത് ചേഞ്ച് ഇൻ ബേസ് എമിറ്റർ വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് VCB ഹിയർ അറ്റ് കോൺസ്റ്റന്റ് കളക്ടർ ബേസ് വോൾട്ടേജ്. Okay, അപ്പോൾ here in input characteristics of common base transistor circuit we are studying the variation of emitter current with a change in base emitter voltage at constant collector base voltage എന്ന് പറയാം നമുക്ക് അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കലി നമ്മളത് ചെയ്യാൻ പോവാം. ഒരു ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലേ? ആ ഗ്രാഫിൽ X ആക്സിസ് ഉണ്ട്, Y ആക്സിസ് ഉണ്ട്. X ആക്സിന് അലോങ് ആയിട്ട് നമ്മൾ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ് എടുക്കുന്നത്. ഓക്കെ, Y ആക്സിന് അലോങ് ആയിട്ട് നമ്മൾ എമിറ്റർ കറണ്ട് IE ആണ് എടുക്കുന്നത്. നമ്മളിനി അങ്ങനെ നമ്മൾ ഗ്രാഫിൻ്റെ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തു അല്ലെ? X ആക്സിന് അലോങ് ആയിട്ട് VBE മാർക്ക് ചെയ്തു, Y ആക്സിന് IE. നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു റിയോസ്റ്റാറ്റ്, ഈ ഔട്ട്പുട്ടിലെ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലേ? ഈ റിയോസ്റ്റാറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് VCB ഇങ്ങനെ മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയോ? ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ VCB 0 വോൾട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് VCBയുടെ റീഡിങ് എവിടെ കാണിക്കുക? ഇവിടെ ഈ കണക്ട് ചെയ്തിട്ടുള്ള വോൾട്ട് മീറ്റർ കണ്ടോ അല്ലേ? ആ വോൾട്ട് മീറ്ററിലാണ് VCBയുടെ റീഡിങ് കാണിക്കുക. അപ്പോൾ നമ്മൾ റിയോസ്റ്റാറ്റ് നീക്കിയിട്ട് VCB 0 വോൾട്ട് സെറ്റ് ചെയ്യുക. ഇനി റിയോസ്റ്റാറ്റ് നീക്കരുത്. അപ്പോൾ നമ്മൾ കളക്ടർ ബേസ് വോൾട്ടേജ് കോൺസ്റ്റന്റ് വാല്യൂ സെറ്റ് ചെയ്തു, 0 വോൾട്ട് സെറ്റ് ചെയ്തു. ഇനി നോക്കുക, ഇനി നമ്മൾ പതുക്കെ ഈ ഇൻപുട്ടിൻ്റെ അവിടുത്തെ റിയോസ്റ്റാറ്റിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മുടെ റിയോസ്റ്റാറ്റ് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക. റിയോസ്റ്റാറ്റ് നീക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ മില്ലി അമ്മീറ്ററിൽ, ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള മില്ലി അമ്മീറ്ററിലാണ് എന്തിൻ്റെ റീഡിങ് കാണിക്കുക? IEയുടെ റീഡിങ് കാണിക്കുക. ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള മില്ലി വോൾട്ട് മീറ്ററിലാണ് VBE, ബേസ് എമിറ്റർ വോൾട്ടേജ് റീഡ് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മൾ ഈ റിയോസ്റ്റാറ്റ് ഇങ്ങനെ നീക്കുന്നതിനനുസരിച്ചിട്ട് ഈ VBEയും IEയും ഈ മില്ലി വോൾട്ട് മീറ്ററിലും മില്ലി അമ്മീറ്ററിലും ഇങ്ങനെ മാറി വരുന്നതായിട്ട് കാണാം. VBE നമ്മൾ റിയോസ്റ്റാറ്റ് നീക്കിയിട്ട് 10 മില്ലി വോൾട്ട് സെറ്റ് ചെയ്തു അല്ലേ? 10 മില്ലി വോൾട്ട് സെറ്റ് ചെയ്തപ്പോൾ ആ സമയത്ത് എത്രയാണ് IE എന്ന് നോക്കുന്നു. IE നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ? ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ മില്ലി വോൾട്ട് മീറ്ററിലുള്ള റീഡിങ്സ് ഈ VBE ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IE ഇങ്ങനെ കണ്ടുപിടിക്കുക, പോയിന്റുകൾ മാർക്ക് ചെയ്യുക. അങ്ങനെ ആ പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്രാഫ് കിട്ടും. അപ്പോൾ നമ്മൾ VCB 0 വോൾട്ട് സെറ്റ് ചെയ്തു, VBE ചേഞ്ച് ചെയ്തു, IEകൾ നോട്ട് ചെയ്തു അല്ലേ? IEകൾ ഇങ്ങനെ നോട്ട് ചെയ്ത് ഇപ്പോൾ നമുക്ക് കുറേ പോയിന്റുകൾ കിട്ടി. ആ പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വരച്ച ഗ്രാഫാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ കളക്ടർ ബേസ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് വാരിയേഷൻ ഓഫ് എമിറ്റർ കറണ്ട് വിത്ത് ബേസ് എമിറ്റർ വോൾട്ടേജ് നമ്മൾ സ്റ്റഡി ചെയ്തു. ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാണിച്ചു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് വരിക. നമ്മൾ നേരത്തെ 0 വോൾട്ട് അല്ലേ VCB സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിന് പകരം റിയോസ്റ്റാറ്റ് പതുക്കെ നീക്കിയിട്ട് എത്ര സെറ്റ് ചെയ്യുക? 10 വോൾട്ട് സെറ്റ് ചെയ്യുക. അതായത് ഈ വോൾട്ട് മീറ്ററിൽ 10 വോൾട്ട് റീഡിങ് കാണുന്നത് വരെ ഈ റിയോസ്റ്റാറ്റ് ഒന്ന് നീക്കുക, അവിടെ നിർത്തുക. അപ്പോൾ നമ്മൾ VCB ഇപ്പോൾ നമ്മൾ 10 വോൾട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഇൻപുട്ടിലേക്ക് വരിക. ഇൻപുട്ടിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പതുക്കെ ഈ റിയോസ്റ്റാറ്റ് ഇങ്ങനെ നീക്കുക. റിയോസ്റ്റാറ്റ് നീക്കുന്നതിനനുസരിച്ചിട്ട് ആദ്യം റിയോസ്റ്റാറ്റ് നമ്മൾ നേരത്തെ പോലെ തന്നെ 10 മില്ലി വോൾട്ടിൽ വെക്കുക. ആ സമയത്തുള്ള IE നോട്ട് ചെയ്യുക, ഈ മില്ലി അമീറ്ററിൽ കാണിക്കുമല്ലോ. പിന്നെ നമ്മൾ 20-ൽ വെക്കുക, 30-ൽ വെക്കുക, 40-ൽ വെക്കുക അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എമിറ്റർ കറണ്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പോയിന്റുകൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക, അതിനനുസരിച്ച് പോയിന്റുകൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. 10-ലുള്ള എമിറ്റർ കറണ്ട് നോട്ട് ചെയ്യുക, 20-ലുള്ള എമിറ്റർ കറണ്ട് നോട്ട് ചെയ്യുക, 30-ലുള്ള എമിറ്റർ കറണ്ട് നോട്ട് ചെയ്യുക അല്ലെ? എല്ലാറ്റിനെയും ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ആ കിട്ടുന്ന ഗ്രാഫാണ് ഇത് കണ്ടോ? VCB 10 വോൾട്ട് സെറ്റ് ചെയ്യുമ്പോൾ വാരിയേഷൻ ഓഫ് IE വിത്ത് VBE കാണിക്കുന്ന ഗ്രാഫാണിത് അല്ലേ? അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫുകളെ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്നാണ് പറയുക, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നോക്കി നോക്ക്, നമ്മുടെ ബേസ് എമിറ്റർ വോൾട്ടേജ് സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ എമിറ്റർ കറണ്ട് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ബേസ് എമിറ്റർ കറണ്ട് നോക്കി നോക്കി ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും അല്ലേ കുത്തനെ കൂടുകയാണിത്. എമിറ്റർ കറണ്ട് ഇങ്ങനെ കുത്തനെ കൂടുന്നതായിട്ട് കാണാം ചെറുതായിട്ട് അല്ലേ? അപ്പോൾ നോക്കുക, വെൻ ബേസ് എമിറ്റർ വോൾട്ടേജ് ചേഞ്ചസ് സ്ലൈറ്റ്ലി എമിറ്റർ കറണ്ട് ഇൻക്രീസസ് റാപ്പിഡ്ലി അല്ലേ? ബേസ് എമിറ്റർ വോൾട്ടേജ് ചെറുതായിട്ട് കൂടുമ്പോഴേക്കും എമിറ്റർ കറണ്ട് ഒന്നായിട്ട് കൂടുകയാണ്
അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ചെറുതായിട്ട് കൂടുമ്പോഴേക്കും ഇൻപുട്ട് കറണ്ട് എന്ത് ചെയ്യാണ്, ഒന്നായിട്ട് കൂടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കുറച്ച് കൂടുമ്പോഴേക്കും കറണ്ട് വല്ലാണ്ട് കൂടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി സ്മോൾ ഹിയർ. ഓക്കെ, ഹിയർ input current increases rapidly with the input voltage, or emitter current increases rapidly with the base emitter voltage. So here input resistance is very small. In common base transistor circuit input resistance is very small എന്ന് നമുക്ക് ഈ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഓക്കെ, മറ്റൊരു കാര്യം നോക്കുക. ഇവിടെ ഞാൻ ആദ്യം VCB 0 വോൾട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് വരച്ചത്. പിന്നെ VCB 10 വോൾട്ട് സെറ്റ് ചെയ്തിട്ട് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് വരച്ചു. പക്ഷെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല അല്ലേ. എമിറ്റർ കറണ്ടിൽ നോക്കി നോക്ക്, വളരെ ചെറിയൊരു ചേഞ്ചാണ് എനിക്ക് കാണാൻ സാധിച്ചത് അല്ലേ. ഇവിടെ നോക്കുക, ആദ്യം VCB 0 വോൾട്ട് സെറ്റ് ചെയ്ത സമയത്ത് VBE 0 മില്ലി വോൾട്ട് ആവുന്ന സമയത്ത് IE 0 തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ VCB 10 വോൾട്ട് ആവുന്ന സമയത്ത് VBE 0 മില്ലി വോൾട്ട് ആവുമ്പോൾ IE 0.5 മില്ലി ആംപിയർ ആണ് കിട്ടുന്നത് അല്ലേ. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ 0 കിട്ടി, VCB 0 വോൾട്ട് ആക്കിയ സമയത്ത് IE 0 ആണ് കിട്ടിയത്. VCB 10 വോൾട്ട് ആക്കിയ സമയത്ത് IE 0.5 ആണ് കിട്ടിയത്. വളരെ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചേ ഉള്ളൂ. അതേപോലെ ഈ ഗ്രാഫിൽ ത്രൂ ഔട്ട് അല്ലെ 10 ആവുമ്പോഴും 20 ആവുമ്പോഴും VBE 10, 20, 30 ഒക്കെ ആവുന്ന സമയത്തും വേരിയേഷൻ ഓഫ് IE വിത്ത് VCB നെഗ്ലിജിബിൾ ആണെന്ന് കാണാം. VCB മാറുന്നതിനനുസരിച്ചിട്ട് IEക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എന്താണ്, ഗ്രാഫുകൾ ഏകദേശം സിമിലർ ആയിട്ടാണ് വരുന്നത് VCB ചേഞ്ച് ചെയ്താലും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം IE ആൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഓൺ VCB മാറുന്നതിനനുസരിച്ചിട്ട് IEക്ക് വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല അല്ലേ. IE ആരെയാണ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്, VBE ആണ്. IE ഡിപ്പെൻഡ്സ് അപ്പോൺ VBE ഓൺലി. IE ആൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഓൺ VCB മാറുന്നതിനനുസരിച്ചിട്ട് IEയിൽ വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. അത് സ്റ്റഡി ചെയ്യാനുള്ള ഒരു ടൂളാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ്. വേറൊരു ടൂൾ കൂടി ഉണ്ട്, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾ ഉണ്ട്, ലോഡ് ലൈൻ എന്ന് പറയും. അതിനെക്കുറിച്ചിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക, കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദിസ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് കാണാം. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് R in is equal to എന്താണ്, ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ടാണ്, ഓംസ് ലോ അല്ലേ. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ടാണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ടാണ്. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പ്രത്യേകത അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. അപ്പോൾ ഞാൻ അതിനെ ഡെൽറ്റ VBE എന്ന് കൊടുത്തു. ഇൻപുട്ട് കറണ്ടിൻ്റെ പ്രത്യേകത അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എമിറ്റർ കറണ്ടാണ്. അപ്പോൾ അതിന് ഞാൻ ഡെൽറ്റ IE, ഡെൽറ്റ എന്നുള്ളത് ചേഞ്ച് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ R in is equal to ഡെൽറ്റ VBE പ്ലസ് ഡെൽറ്റ IE അല്ലേ അറ്റ് കോൺസ്റ്റന്റ് VCB. നമ്മളിവിടെ VCBയെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ബേസ് എമിറ്റർ വോൾട്ടേജ് ടു ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് അറ്റ് കോൺസ്റ്റന്റ് കളക്ടർ ബേസ് വോൾട്ടേജ്, അങ്ങനെ പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കർവ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കർവ് നമ്മൾ വരച്ചു. ഞാൻ നേരത്തെ 0 വോൾട്ടിൻ്റെയും 10 വോൾട്ടിൻ്റെയും ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 0 വോൾട്ടിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ VBE ബൈ ഡെൽറ്റ IE അറ്റ് കോൺസ്റ്റന്റ് VCB അഥവാ ഇൻപുട്ട് റെസിസ്റ്റൻസ് കാണണം. അപ്പോൾ നമുക്ക് അവിടെ VCBയെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി നമുക്ക് ഡെൽറ്റ VBE ബൈ ഡെൽറ്റ IE ആണ് കാണേണ്ടത്. നമ്മൾ ഈ കർവിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കർവിൻ്റെ സ്ലോപ്പ് കാണുക. സ്ലോപ്പ് എന്താണ് നമുക്കറിയാം, dy ബൈ dx ആ വരിക, dy ബൈ dx. അപ്പോൾ y ആക്സിൽ ഇവിടെ എടുത്തിട്ടുള്ളത് IB അല്ലേ. അപ്പോൾ dy എന്നുള്ളത് എന്താ വരിക, ശരിക്ക് DIB അല്ലെങ്കിൽ ഡെൽറ്റ IB. ഓക്കെ, ഇനി DX എന്ന് പറയുന്നത് x ആക്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് VBE ആണ്. അപ്പോൾ ഡെൽറ്റ x എന്ന് പറയുന്നത് ഡെൽറ്റ VBE ആണ് വരിക അല്ലേ. DX ഡെൽറ്റ VBE ആണ് വരുന്നത്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് dy ബൈ dx is equal to ഡെൽറ്റ IB ബൈ ഡെൽറ്റ VBE ആണ്. പക്ഷെ നമുക്ക് ഡെൽറ്റ IE ആണ്, ഡെൽറ്റ IE ബൈ ഡെൽറ്റ VBE ആണ്. നമുക്ക് വേണ്ടത് ഡെൽറ്റ VBE ബൈ ഡെൽറ്റ IE ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നേരെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ IE ബൈ ഡെൽറ്റ VBE, R എന്ന് പറയുന്നത് ഡെൽറ്റ VBE ബൈ ഡെൽറ്റ IE. അപ്പോൾ ശരിക്കും R എന്ന് പറയുന്നത് എന്താണ് വരിക, ഈ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കലാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഫ്രം ഗ്രാഫ് നമുക്ക് എന്താ കിട്ടുന്നത്, 1 സ്ലോപ്പാണ് അല്ലേ. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവിൻ്റെ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ സ്മോൾ ആയിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ബിക്കോസ് ഇൻപുട്ട് കറണ്ട് IE
വാരീസ് റാപ്പിഡ്ലി വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് വി ബി. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്ക് ഈ സെയിം സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് സ്റ്റഡി ചെയ്യാം. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വാരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് വിത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. ഇവിടെ ഇൻപുട്ട് കറണ്ട് IE ആണ്. IE കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് വാരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് IC വിത്ത് വാരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് VCB. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഇൻപുട്ട് ഭാഗത്തിലേക്ക് പോവുക, അവിടെ ഈ റിയോസ്റ്റാറ്റ് നീക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, IE കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അപ്പോൾ ആദ്യം ഞാൻ IE 0 മില്ലി ആംപിയർ ആക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ IE ഈ മില്ലി ആംപിയറിലാണ് നോക്കുന്നത്, IE 0 ആണെന്ന് ഉറപ്പ് വരുത്തുകയാണ്. അവിടെ റിയോസ്റ്റാറ്റ് അവിടെ നിർത്തി, ഇനി ഒരിക്കലും അത് നീക്കരുത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിലേക്ക് വരിക. ഔട്ട്പുട്ടിൽ വന്നിട്ട് ഔട്ട്പുട്ടിലെ റിയോസ്റ്റാറ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ VCB ഇങ്ങനെ മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, VCB ഇങ്ങനെ മാറ്റുക. ഈ റിയോസ്റ്റാറ്റ് ഇങ്ങനെ നീക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൽ ഈ വോൾട്ട് മീറ്ററിനകത്താണ് VCB റീഡിംഗ് ഉണ്ടാവുക. ആ VCB ഇങ്ങനെ നോട്ട് ചെയ്യുക അല്ലേ. ആ VCB മാറുന്നതിനനുസരിച്ചിട്ട് എന്തും മാറും, ഈ മില്ലി ആമീറ്ററിൽ കിട്ടുന്ന IC റീഡിങ്ങും മാറും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, VCB പതുക്കെ അങ്ങനെ മാറ്റി. ആദ്യം VCB ഞാൻ 1 വോൾട്ട് സെറ്റ് ചെയ്തു, ആ സമയത്തുള്ള IC നോട്ട് ചെയ്തു. പിന്നെ 2 വോൾട്ട് സെറ്റ് ചെയ്തു, ആ സമയത്തുള്ള IC നോട്ട് ചെയ്തു. നോക്കുക, അപ്പോൾ IC ചെറുതായിട്ട് ഇങ്ങനെ 2 വോൾട്ട് വരെ IC VCB ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് IC ഇങ്ങനെ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഇനി ഞാൻ VCB ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് IC ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണില്ല. IC റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി VCB നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് IC കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അപ് ടു 2 വോൾട്ട് ഇഫ് വി ഇൻക്രീസ് VCB IC ആൾസോ ഇൻക്രീസസ്, ബട്ട് ആഫ്റ്റർ ദാറ്റ് IC റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻഡിപെൻഡൻ്റ് ഓൺ VCB. ഓക്കെ, VCBയിലുള്ള വാരിയേഷൻ പിന്നെ അതിനെ ബാധിക്കുന്നില്ല, IC റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, നോക്കുക, പക്ഷേ ഞാനത് 0 മില്ലി ആംപിയറിൽ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഈ 0 മില്ലി ആംപിയറിൽ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി ഞാൻ ഇൻപുട്ടിലേക്ക് തന്നെ വന്നിട്ട് എന്ത് ചെയ്യുക, 5 മില്ലി ആംപിയർ സെറ്റ് ചെയ്തിട്ട് ഈ എക്സ്പെരിമെൻറ്റ് ഞാൻ ചെയ്യുകയാണ്. ഓക്കെ, ഈ 5 മില്ലി ആംപിയർ സെറ്റ് ചെയ്തു. വീണ്ടും ഔട്ട്പുട്ടിൽ വന്നു, ഈ റിയോസ്റ്റാറ്റ് നീക്കി VCB ചേഞ്ച് ചെയ്യുന്നു. ആ സമയത്തുള്ള ICകൾ ഇങ്ങനെ നോട്ട് ചെയ്തു, ഗ്രാഫ് ചെയ്യാൻ വരച്ചു. അപ്പോൾ അവിടെയും 2 വോൾട്ട് വരെ നോക്കുക, ഇതാണ് 2 വോൾട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട്, IC ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം IC റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതേപോലെ ഞാൻ IEകൾ ഇങ്ങനെ മാറ്റി എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. 10 മില്ലി ആംപിയർ ആക്കി ചെയ്തു, IE 15 മില്ലി ആംപിയർ ആക്കിയിട്ട് 20 മില്ലി ആംപിയർ ആക്കിയിട്ടൊക്കെ വാരിയേഷൻ ഓഫ് IC വിത്ത് VCB സ്റ്റഡി ചെയ്തു. ആ സമയത്ത് എനിക്ക് കിട്ടിയ കർവുകൾ ഞാൻ കാണിച്ചിരിക്കുന്നു, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവുകൾ ഞാൻ കാണിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 വോൾട്ട് വരെ IC VCBയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം IC റിമെയിൻസ് ഇൻഡിപെൻഡൻ്റ് ഓൺ VCB. അപ്പോൾ നമുക്ക് ഏകദേശം പറയാം, കളക്ടർ കറണ്ട് IC ആൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഓൺ VCB. പിന്നെയോ ഇവിടെ IE ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം, IC ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, IE 0 ആയിരുന്ന സമയത്ത് ഏകദേശം ഈ ഒരു 1 റേഞ്ചിലൊക്കെയാണ് IC കിട്ടിയത്. IC 1 മില്ലി ആംപിയർ ഒക്കെ കിട്ടിയത്. 5 മില്ലി ആംപിയർ ആയപ്പോഴോ IE 5 മില്ലി ആംപിയർ ആയപ്പോൾ IC 2 ആ റേഞ്ചിലൊക്കെ കിട്ടി. അപ്പോൾ IE ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ICയും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ IC ഡിപ്പെൻഡ്സ് അപ്പോൺ IE. കളക്ടർ കറണ്ട് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ എമിറ്റർ കറണ്ട് അല്ലേ. ആൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഓൺ VCB എന്ന് നമുക്ക് പറയാം. അപ്പോൾ IC ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഓൺ VCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ കറണ്ട് അല്ലേ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറുന്നതിനനുസരിച്ചിട്ട് വല്ലാണ്ട് ഒന്നും മാറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. Okay, so here output resistance is very high, that's why output current remains constant. Output current remains constant even if we change the output voltage VCB. Okay, അപ്പോൾ അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ സ്മോൾ ആണെന്നല്ലേ പറഞ്ഞത്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് കറണ്ടിന്, കളക്ടർ കറണ്ടിന് ഇവിടെ വലിയൊരു മാറ്റം, VCB മാറുന്നതിനനുസരിച്ച് വലിയൊരു മാറ്റം ഇവിടെ നമുക്ക് കാണാൻ പറ്റാത്തത്. IC വെരി മച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ IE, ആൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് അപ്പോൺ VCB എന്ന് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നേരത്തെ പോലെ തന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കണ്ടുപിടിക്കാം. കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഈ കർവ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. എന്താ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട് ആണ്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VCB ആണ് അല്ലേ, VCB ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഡെൽറ്റ VCB എന്ന് എഴുതാം.
ഔട്ട്പുട്ട് കറണ്ട് ഐ സി ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഐ സി എന്ന് എഴുതാം. അറ്റ് കോൺസ്റ്റന്റ് ഐ ഇ അല്ലേ, എമിറ്റർ കറണ്ട് കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് വരച്ചിട്ടുള്ളത്. അറ്റ് കോൺസ്റ്റന്റ് ഐ ഇയിലെ ഡെൽറ്റ വി സി ബി ബൈ ഡെൽറ്റ ഐ സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ ഔട്ട് കിട്ടും. അപ്പോൾ ഹിയർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ ബേസ് വോൾട്ടേജ് ടു ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് അറ്റ് കോൺസ്റ്റന്റ് എമിറ്റർ കറണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ ഗ്രാഫ് എന്നത് കണ്ടുപിടിക്കാം. ഗ്രാഫിൽ നോക്കി നോക്ക്, സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഡി വൈ എന്ന് പറയുമ്പോൾ വൈ ആക്സിൽ എടുത്തിട്ടുള്ള ഐ സി ആയതുകൊണ്ട് ഡി ഐ സി ആണ്. ഡി എക്സ് എന്ന് പറയുന്നത് ഡി വി സി ബി ആണ് വരിക. അപ്പോൾ ഡി ഐ സി ബൈ ഡി വി സി ബി അല്ലെങ്കിൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ വി സി ബി ആണ് ഇവിടുത്തെ സ്ലോപ്പ്. അപ്പോൾ ഡെൽറ്റ വി സി ബി ബൈ ഡെൽറ്റ ഐ സി എന്ന് പറയുന്നത് എന്താ വരിക, 1 സ്ലോപ്പാണ് വരിക. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടതുപോലെ, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവിൽ നിന്ന് ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ആർ ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവിൻ്റെ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ആർ ഔട്ട് ഇസ് ഈക്വൽ ടു 1 സ്ലോപ്പ് ആണ് വരുന്നത് എന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എത്രയോ ആണ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതോടുകൂടി നമ്മൾ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.